നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു പുലാവുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രഷർ കുക്കർ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുകയാണ്. ആ നെയ്യ് ഒഴിച്ചതിന് ശേഷം അതൊന്ന് ഉരുകിയപ്പോഴേക്കും ഞാൻ അതിലോട്ട് കുറച്ച് ബേ ലീവ്സും അതുപോലെ തന്നെ ഏലക്കയും കരയാമ്പും ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് നമുക്കിതിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതൊരു മിനിറ്റ് ഞാനൊന്ന് വെറുതെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതിലോട്ട് ഞാൻ ചെറുതായിട്ട്, അതായത് തിക്നെസ് കുറച്ചരിഞ്ഞ് നീളത്തിലരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിന് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇതിൽ നെയ്യിൽ. അതിനുശേഷം ഞാനതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കുക്കാകാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അതൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് നമുക്ക് കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അതിന്. അതുപോലെ തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി എല്ലാം എഴുതിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേസ്റ്റും ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി ഫ്രഷ് ആയതാണ് ചതച്ചിട്ടിരിക്കുന്നത്. ഇനി അതിനൊന്ന് നമുക്ക് ഒരു സ്മെൽ, അതിൻ്റെ ആ സ്മെല്ല് പോണ വരെ നമുക്കിതിനൊന്ന് ഇളക്കിയെടുക്കാം, അതായത് സോട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ മീഡിയം ഹീറ്റിലാണ് കുക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സെയിം റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലും ചെയ്തു നോക്കാവുന്നതാണ്. ഇത് പ്രഷർ കുക്കറിലാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ്സ് പോലും എടുക്കത്തില്ല ഈ ഒരു പുലാവ് ഉണ്ടാക്കാനായിട്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് മഷ്റൂം, അതായത് ഒരു കപ്പിൽ കൂടുതൽ മഷ്റൂം ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ മഷ്റൂം എടുക്കുമ്പോൾ ആദ്യം തന്നെ കഴുകിയിട്ട് വേണം മഷ്റൂം നിങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട്. ഞാൻ അതിന് ശേഷം ഇതും നല്ല സാമാന്യം വലിയ പീസസ് ആയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ സോട്ട് ചെയ്ത് അതിനെടുക്കുമ്പോഴേക്കും അതൊന്ന് ചുരുങ്ങിയിട്ട്, ഇപ്പോൾ ഒരു വലിയ പീസാണെങ്കിൽ അതിന് ഒരു മീഡിയം സ്ലൈസിൽ, അതായത് സൈസിലോട്ട് അത് മാറുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മീഡിയം സൈസിൽ കട്ട് ചെയ്യരുത്. മീഡിയം സൈസിൽ കട്ട് ചെയ്താൽ വളരെ ചെറുതായി പോവും. അപ്പോൾ അത്ര ഭംഗി വരില്ല, നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ആ ഒരു പീസസ് ഒന്നും നമ്മൾക്ക് കാണില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നല്ലോണം ഒന്ന് അതിൻ്റെ ആ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയതെല്ലാം ഒന്ന് ഡ്രൈ ആയിട്ട് നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട്, നമുക്ക് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസ് കുറച്ചെടുത്തിട്ടതാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടാം. അതിനുശേഷം നമുക്കിതിന് ഒരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. കാരണം ഫ്രോസൺ ആയതുകൊണ്ട് അധികം നേരം ഒന്ന് ഇത് ചെയ്യേണ്ടി വരില്ല. അതിനുശേഷം ഞാനിതിലോട്ട് കുറച്ച് ടൊമാറ്റോ, അതായത് ഒരു ടൊമാറ്റോ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് മിക്സിയിലൊന്ന് ചെറുതായിട്ടാണ് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തത്. വളരെ ഒരു എന്താ പറയുക, നമ്മുടെ പ്യൂരി ഫോമിലോട്ട് ആക്കിയിട്ടില്ല ഞാൻ. എനിക്ക് കുറച്ചൊന്ന് തക്കാളി കടിക്കണം ആ ഒരു ഇതുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളി കാണുന്നുണ്ടെങ്കിൽ അത് അരിഞ്ഞിടാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇല്ല വേണ്ട എനിക്ക് തക്കാളി കാണണ്ടെന്നാണെങ്കിൽ
നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് പ്യൂരി ആക്കിയിട്ട് ഇടുക. എനിക്ക് പക്ഷേ ഇത് തക്കാളി ഇത്തിരി കാണണം അങ്ങനെയുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൂ. ഇനി അതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി അതിനെ നമുക്കൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതൊരു 1 മിനിറ്റ് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇതിന്. ഇപ്പം ഞാൻ കുറച്ച് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇപ്പം ഞാൻ കുക്ക് ചെയ്യുന്നത്. ഇനി ഞാനിതിലോട്ട് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതും ഒന്ന് 1 മിനിറ്റ് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് സോക്ക് ചെയ്ത് വെച്ചിരുന്ന റൈസ് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ബാസ്മതി റൈസ് 15 മിനിറ്റ് മുമ്പ് തന്നെ നല്ലോണം കഴുകിയിട്ട് അത് വാരി വെച്ചതാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി അത് നമുക്കൊന്ന് ഈ മിക്സുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നല്ലോ, ആ ലോ ഫ്ലെയിമിൽ തന്നെ ഞാനിതിനൊന്ന് 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഇനി സൈഡിൽ ഞാൻ ഇതിൻ്റെ വെള്ളം ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ചൂടാക്കിയ വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് ഈ പാത്രത്തിൽ ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഒന്ന് ഇത്തിരി കൂട്ടിയിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ കൂട്ടിയിട്ടിട്ട് ഇതിനൊരു 2 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ ഞാനിവിടെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 മിനിറ്റ് ഞാനതൊന്ന് വെച്ചത് നല്ലോണം ബബിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിനി ഇത് ക്ലോസ് ചെയ്തിട്ട് അത് വെയിറ്റ് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ. ഇനി അതൊന്ന് 2 വിസിൽ വരണ വരെ ഞാനിവിടെ വെയിറ്റ് ചെയ്തിട്ട് അത് ഓഫ് ചെയ്ത് വെക്കുന്നതാണ്. വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതൊന്ന് ആ പ്രഷറെല്ലാം പോയിട്ടുണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ 2 വിസിൽ വന്നു. അപ്പോൾ അത് തണുത്തതിന് ശേഷം ഞാനത് മാറ്റാണ്. അപ്പോൾ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. മല്ലിയില ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എന്നെ അറിയിക്കുക.
റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.